ബഹുമാനായ നൂറുദ്ദീൻ സാഹിബ്, അബൂബക്കർ സാഹിബ്, ഇവിടെ ഇരിക്കുന്ന പലവരും ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് കാണാൻ തുടങ്ങിയിരിക്കുന്ന ഹമീദ് സാഹിബ് ഉൾപ്പെടെ, ജലീൽ സാഹിബ് ഉൾപ്പെടെ, എൻ്റെ മാതാവിൻ്റെ അമ്മാവനായ ഹക്കീം സാഹിബ് ഉൾപ്പെടെയുള്ള, പിന്നെ ഈ പരിപാടിയിലേക്ക് ഞാൻ വരാൻ കാരണക്കാരനായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ അഡ്വക്കേറ്റ് മൻസൂർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ. ഫ്രൈഡേ ക്ലബ്ബിൽ ഒരു പരിപാടിക്ക് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു അംഗീകാരം തന്നെയാണ്, വലിയൊരു പരിഗണന തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ കലൂരാണ് താമസിച്ചിരുന്നത്. ഒരു 10-12 വർഷത്തോളം കലൂരാണ് താമസിച്ചിരുന്നത്. അപ്പോൾ കലൂർ താമസിക്കുമ്പോൾ ഈ പള്ളിയിൽ ജുമാക്ക് വരുമ്പോഴൊക്കെ ഈ ഫ്രൈഡേ ക്ലബ്ബ് എന്ന് പറയുന്നത് അന്നേ തൊട്ട് വലിയ രീതിയിൽ ഈ പറയുന്ന പോലെ ചർച്ചകളെല്ലാം നടക്കുന്ന ഒരു കേന്ദ്രം എന്ന രീതിയിൽ എൻ്റെ പിതാവിൻ്റെ അടുത്തുനിന്ന് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നതാണ്. പക്ഷെ ഒരു പരിപാടി എന്ന രീതിയിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ആരുടെയൊക്കെ സ്വീകരണ പരിപാടികൾക്ക് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഞാൻ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് സംസാരിക്കുമെന്നുള്ളതൊന്നും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ പോലും പോകാത്തൊരു ചിന്തകളായിരുന്നു. അപ്പോൾ ആ സമയത്ത് മൻസൂർ വന്നിട്ട് ഇങ്ങനെ ഫ്രൈഡേ ക്ലബ്ബിൽ ഒന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കിട്ടിയ വെള്ളിയാഴ്ച തന്നെ ഇവിടെ വന്ന് കളയാമെന്നോ, കാരണം വെച്ചാൽ സാധാരണ രീതിയിൽ ഞാൻ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഡൽഹിയിൽ നിന്ന് വരുവുള്ളൂ. കാരണം ഇപ്പോഴും നമ്മൾ ഇവിടം വരെ എത്തിച്ചത് നമ്മുടെ അഭിഭാഷക വൃത്തിയാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഞാൻ ആ രീതിയിലൊരു രാഷ്ട്രീയക്കാരനൊന്നും അല്ലാത്തത് കൊണ്ട് അപ്പോൾ ആ പ്രൊഫഷൻ വിട്ടിട്ടുള്ളൊരു കളി വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഞാൻ ഡൽഹിയിൽ തന്നെയായിരിക്കും, കോടതിയിൽ തന്നെയായിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് സാധാരണ രീതിയിൽ ഞാൻ കൊച്ചിയിലേക്ക് വരാറ്. അപ്പോൾ ഞാനത് മൻസൂറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം, ഞാൻ ഇവിടെ വരുമ്പോഴേക്ക് ഏകദേശം 10 മണിയാവും. പിന്നെ ഏതെങ്കിലും അവധിയുള്ള വെള്ളിയാഴ്ചകളിൽ തലേ ദിവസം വരിക, അത് മാത്രമേ സാധ്യതയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ദീപാവലിയുടെ അവധി കാരണം ഒരാഴ്ച ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് ഞാൻ ശരിക്കും മലപ്പുറത്ത് പരിപാടികളെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഞാൻ നാളത്തേക്ക് മാറ്റി, അങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട്, കാരണം നിങ്ങൾ ഫ്രൈഡേ ക്ലബ്ബ് ഫ്രൈഡേ മാത്രം ഉണ്ടാവുള്ളൂ എന്നുള്ളതിനാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നാളെ മറ്റേ പരിപാടികളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വെല്ലുവിളികൾ തരണം ചെയ്യേണ്ട രീതികളാണ് നാം ചർച്ച ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ജനാധിപത്യ രാജ്യത്ത് താമസിക്കുമ്പോൾ ജനാധിപത്യ രീതിയിൽ, ഭരണഘടനയ്ക്കനുസൃതമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് ഇതെല്ലാം തരണം ചെയ്യാൻ പറ്റും. അപ്പോൾ തരണം ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ഒരു വിജയം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ വിജയം നമുക്ക് ആ രീതിയിൽ തന്നെ ആ മാർഗത്തിൽ കൂടി തന്നെ നമുക്ക് പോകാനും പറ്റുകയുള്ളൂ. നമുക്ക് ആ മാർഗം മാറി വേറെ സംഘർഷത്തിൻ്റെയും സംഘട്ടത്തിൻ്റെയും മാർഗത്തിൽ കൂടി പോകാൻ നമുക്ക് പറ്റുകയില്ല. അതൊരു ആശാവഹവുമല്ല, ഒരു മാർഗവുമല്ല, അത് എവിടെയും നമ്മൾ എത്തിക്കുകയുമില്ലത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ആക്ഷൻ, എക്സിക്യൂട്ടീവിൻ്റെ ആക്ഷൻ, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളുടെ ആക്ഷൻ, പാർലമെൻറ്റിൻ്റെയും അതേപോലെ സംസ്ഥാന നിയമസഭകളുടെയും ആക്ഷൻ, ജുഡീഷ്യറിയുടെ ആക്ഷൻ, പിന്നെ 4th പില്ലറായിട്ടുള്ള മീഡിയകളുടെ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. ഇപ്പോൾ പൗരത്വ നിയമത്തിനെ കുറിച്ച് പറഞ്ഞു. പൗരത്വ നിയമം എന്ന് പറയുന്നത് അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്ന ഒരു സംഗതി വളരെ സ്വാഗതാർഹമായിട്ടൊരു സംഗതിയാണെങ്കിൽ പോലും പൗരത്വം പക്ഷേ മതം മാനദണ്ഡമാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് അഭയാർത്ഥിയാണ് എന്ന് ചോദിച്ചിട്ടാണ് പൗരത്വം കൊടുക്കുന്നത്. ഹൈന്ദവ അഭയാർത്ഥിയോ ക്രൈസ്തവ അഭയാർത്ഥിയോ അല്ലെങ്കിൽ സിഖോ പാർസിയോ ബുദ്ധനോ ജൈനനോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൗരത്വം നൽകും. പക്ഷേ മുസ്ലിമായിട്ടൊരു അഭയാർത്ഥിക്ക് പൗരത്വം നൽകില്ല എന്ന് പറയുമ്പോഴാണ് ആ നിയമത്തിന് പ്രശ്നം വരുന്നത്. അപ്പം നമ്മളുടെ ഭരണഘടനയിൽ തന്നെയുണ്ട് പൗരത്വം കൊടുക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അവിടെ ഒരിക്കലും മതം കയറി വരില്ല, വന്നിട്ടില്ല, വരെയില്ല, കാരണം വരാൻ പാടില്ല. അതാണ് നമ്മളുടെ ഭരണഘടനയുടെ പ്രത്യേകത. പക്ഷേ നിയമമുണ്ടാക്കിയപ്പോൾ ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഭരണഘടന പറയാത്ത മാനദണ്ഡം, ഇന്ന മതത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ പൗരത്വം കൊടുക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ
അത് തീർച്ചയായിട്ടും ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള നിയമമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർത്തുകൊണ്ടേയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെരുവിലിറങ്ങി, അത് സമരമാണ്. ജനകീയ സമരം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയണ ജനാധിപത്യത്തിൽ നമുക്ക് അനുവദനീയമായിട്ട് സംഗതിയാണ് സമരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിയമപരമായിട്ട് ആ നിയമത്തിനെതിരെ നമ്മൾ കോടതിയിൽ പോയി. ഈ രണ്ട് മാർഗം ആണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ ആ നിയമം കഴിഞ്ഞു, മുത്തലാഖിന്റെ നിയമം വന്നു, അതിനുശേഷം വഖഫിന്റെ നിയമം വന്നു, ഇനിയിപ്പോൾ ഏക സിവിൽ കോഡ് നിയമമായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിരുന്നു, ഭരണഘടന നിർമ്മാണ സമിതി വളരെ വ്യക്തമായിരുന്നു. അവിടെ മതസ്വാതന്ത്ര്യം മൗലികാവകാശമാക്കണോ വേണ്ടയോ എന്നുള്ള വലിയ ചർച്ചയാണ്. ആ വലിയ ചർച്ചയുടെ അവസാനത്തിലാണ് അവർ പറഞ്ഞത് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മൗലികാവകാശം വേണം. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യത്തിന്റെ മതേതരത്വം പോലെ അല്ല. ഇവിടെ എല്ലാ മതക്കാർക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതിനുള്ള അവകാശം നമ്മൾ കൊടുക്കണം. അല്ലാതെ ഇവിടെ ഒരു നിയമം മാത്രം എല്ലാവർക്കും കൂടി പാടുള്ളൂ എന്നുള്ള ഒരു വിചാരധാര ഉണ്ടായിരുന്നു. ആ വിചാരധാര ഈ പറയുന്ന പോലെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവരുടെ ആ ആശയം അതിന് ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല. അങ്ങനെയാണ് ഈ മതസ്വാതന്ത്ര്യം വരുന്നത്. അല്ലെങ്കിൽ അന്ന് തന്നെ ഏക സിവിൽ കോഡ് വന്നേനെ. അന്ന് തന്നെ ഏക സിവിൽ കോഡ് മൗലികാവകാശത്തിൽ വന്നേനെ. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടുന്ന് മാറിപ്പോയേനെ. അപ്പൊ ഇന്ന് നടക്കുന്ന ചർച്ചകളൊക്കെ അന്ന് നടന്നതാണ്. ഈ പൗരത്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അന്ന് ഒരു ചർച്ചയുണ്ടായിരുന്നു. ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പൗരത്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഹിന്ദുക്കളും സിഖുകളുമായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ പൗരത്വം കൊടുക്കണം. ഇന്ത്യയിൽ താമസിച്ചില്ലെങ്കിൽ പോലും, ഇന്ത്യയായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും, വർഷങ്ങളായിട്ട് അവരുടെ കുടുംബപരമായിട്ട് അമേരിക്കയിൽ താമസിക്കണമെങ്കിൽ പോലും ഹിന്ദു ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകണം. ഒരു വലിയൊരു ഡിബേറ്റ് ഉണ്ടായതാണ്. ഇപ്പൊ നടക്കുന്നത് പോലെ തന്നെ ഇപ്പൊ എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ അന്ന് അവർ ചെയ്യാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടതാണ് ഇപ്പോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി അതിനെ കംപ്ലീറ്റ് അത് നെഗറ്റീവ് ചെയ്തു. പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വന്ന് താമസിച്ച് ഈ ഒരു രാജ്യത്തോട് കൂറ് പുലർത്തി ഇവിടെ താമസിക്കുന്ന ഒരാൾക്കാണ് പൗരത്വം കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഹിന്ദു ആണെന്ന് പറയുന്ന ഒരാൾക്ക് പൗരത്വം കൊടുക്കാൻ പറ്റില്ല. മതം മാനദണ്ഡമാക്കി പൗരത്വം കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഓരോ കാര്യം വെച്ച് നോക്കുമ്പോൾ മതസ്വാതന്ത്ര്യവും ഏക സിവിൽ കോഡും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം അന്ന് വളരെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്ത സാധനങ്ങളാണ്. അത് പിന്നീട് ഇപ്പോൾ 75 കൊല്ലം കഴിയുമ്പോഴേക്കും അതിനെ അന്ന് ന്യൂനപക്ഷമായിരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി അത് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കറിയാലോ, നമ്മളുടെ ഇപ്പോൾ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുമ്പോൾ പാർലമെന്റിൽ ഏത് നിയമം കൊണ്ടുവന്നാലും പാസ്സാക്കാൻ പറ്റും. അവിടെ ഭൂരിപക്ഷം ഉണ്ടായാൽ മതി. നമ്പറിൽ ഉണ്ടായാലും ഏത് നിയമം പാസ്സാവും. ഭരണഘടനാ വിരുദ്ധത എന്നുള്ളതും അവിടെ ടെസ്റ്റ് ചെയ്യൂല. നമ്മളെല്ലാവരും ഇപ്പോൾ ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കണല്ലേ, പാർലമെന്റിന്റെ ചർച്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ, വഖഫ് നിയമത്തിന്റെ ചർച്ചയെല്ലാം കണ്ടുകൊണ്ടിരുന്നതല്ലേ. എത്ര മനോഹരമായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികളിലെ ഓരോ അംഗവും വളരെ പാഷനേറ്റഡ് ആയിരുന്നു വഖഫ് നിയമത്തിനെതിരെ ആഞ്ഞടിച്ചത്. പക്ഷെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടായോ? അവർ നിശ്ചയിച്ചത് അതേപോലെ തന്നെ അവർക്ക് പാസ്സാക്കാനല്ലേ പറ്റിയത്. അത് കൊണ്ടുവന്ന് JPC കൊണ്ടുപോയി. JPC എന്താ, JPC 31 പേരുള്ളതിൽ ഭൂരിപക്ഷവും അവർ തന്നെയാണ്. അപ്പൊ പ്രതിപക്ഷ JPC അംഗങ്ങൾ കൊടുത്ത ഒരു അമെന്റ്മെന്റ് പോലും അതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാതെ അവർക്ക് എന്താ വേണ്ടത് അത് തന്നെ ചെയ്തു. അത് പിന്നെയും ഒരു ബില്ലായിട്ട് കൊണ്ടുവന്ന് അത് പാസ്സാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളുടെ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നതാണ്. അവിടെ നമ്പറുകളുണ്ടോ അവിടെ ഏത് നിയമവും പാസ്സാവും. ഏത് ജനാധിപത്യ വിരുദ്ധ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധ നിയമവും അവിടെ നമ്പറുകൾ ഉണ്ടെങ്കിൽ പാസ്സാകും എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അത് എങ്ങനെ എതിർക്കും എന്നുള്ളതാണ്. പാസ്സായി കഴിഞ്ഞാൽ നിയമമായി കഴിഞ്ഞാൽ പിന്നെ കോടതിയാണ്. ഇപ്പൊ ഈ വഖഫിന്റെ തന്നെ നിയമം കോടതിയിൽ വന്നു. കോടതി ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കി. അന്നും വലിയ ചർച്ചയുണ്ടായിരുന്നു. ഇത് നമുക്ക് ആശ്വാസമാണോ, അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലേ, അല്ലെങ്കിൽ തിരിച്ചടിയാണോ എന്നുള്ളതെല്ലാം ഒരുപാട് ചർച്ചകളുണ്ടായി. ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞത് ആശ്വാസമാണ് എന്നുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് സാധാരണ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള നിയമമാണെന്ന് അനുമാനമാണ്. പ്രിസംപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയും പാർലമെന്റ് പാസ്സാക്കുന്ന ഏത് നിയമത്തിനും.
സുപ്രീം കോടതി ചരിത്രത്തിൽ ഒരു നിയമവും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവുകൾ സ്റ്റേ ചെയ്തിട്ടില്ല. ഇത് ആദ്യത്തെ ഒരു നടപടിയായിരിക്കും സുപ്രീം കോടതി ചെയ്തത്. ഈ വഖഫ് നിയമത്തിന്റെ 3 വകുപ്പുകൾ സ്റ്റേ ചെയ്തു. 3 വകുപ്പുകൾ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കേസ് അവിടെ പെൻഡിങ് ആണ്. ഇനിയിപ്പോൾ അന്തിമവാദത്തിന് വേണ്ടി കേസ് എടുക്കും. ആ കേസ് എടുക്കുമ്പോൾ ഈ 3 വകുപ്പ് മാത്രമല്ല, മറ്റുള്ള വകുപ്പുകൾ, നമുക്ക് പ്രശ്നമുള്ള വകുപ്പുകൾ, പ്രത്യേകിച്ച് വഖഫ് ബോർഡിലെ ആ മുസ്ലിങ്ങളായിട്ടുള്ള അംഗങ്ങൾ ഉൾപ്പെടെയുള്ള അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുള്ള വകുപ്പുകൾ, ആ വകുപ്പുകളെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരവും വാദിക്കാനുള്ള അവസരവും ഉണ്ടാകും. അതിനുശേഷമാണ് അന്തിമവിധി വരുന്നത്. അപ്പൊ അന്തിമവിധി വരുന്നത് വരെ ഈ 3 വകുപ്പുകൾ എന്തായാലും സ്റ്റേ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഇപ്പോൾ വഖഫ് ബോർഡിൽ ആ മുസ്ലിങ്ങൾ വരുന്ന ഒരു സംഭവം, അതൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ആണ്. മിനിമം 2 നോൺ മുസ്ലിം മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മിനിമം 2 നോൺ മുസ്ലിം മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മാക്സിമം എത്രയും ആകാം. അങ്ങനെയാണ് ആ പ്രത്യേക വകുപ്പ് സർക്കാർ വേർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വഖഫ് ബോർഡിൽ വേണമെങ്കിൽ മെജോറിറ്റി ഒരു നോൺ മുസ്ലിം വഖഫ് ബോർഡ് ആകാം എന്നുള്ള തരത്തിലാണ് അത് വേർഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഈ മിനിമം 2 എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ററിം മോഡലിൽ കൂടെ മാക്സിമം 3 എന്നാക്കിയാണ്. അപ്പൊ 2 പേര് എന്തായാലും അവിടെ വേണം. ഇനിയിപ്പോൾ BJP സർക്കാരുകൾക്ക് കൂടി വന്ന 3 പേരെ വെക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ താൽക്കാലികമായിട്ട്. അപ്പൊ 12 പേരുള്ള വഖഫ് ബോർഡിൽ 3 പേരാണ് മാക്സിമം ഇപ്പോഴത്തെ ഈ ടെമ്പററി അറേഞ്ച്മെന്റ് ആയിട്ടുള്ള ഇന്ററിം മോഡലിൽ കൂടി പറ്റുള്ളൂ എന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത്. എന്നിട്ട് ഇതിനകത്ത് 3 വേണോ 2 വേണോ 0 വേണോ എന്നുള്ളത് അന്തിമവാദത്തിന് ശേഷമാണ് സുപ്രീം കോടതി തീരുമാനിക്കുകയുള്ളൂ. അതിലും നമ്മുടെ വാദമുണ്ട്. ആർട്ടിക്കിൾ 26 വളരെ വ്യക്തമാണ്. നമ്മളുടെ ഈ റിലീജിയസ് അസറ്റ്സ് അത് മാനേജ് ചെയ്യാനുള്ള, അതിന്റെ അഫയേഴ്സ് മാനേജ് ചെയ്യാനുള്ള മൗലികാവകാശം തന്നിരിക്കുന്നത് നമുക്കാണ്. അപ്പൊ ഒരു വിശ്വാസി അള്ളാഹുലേക്ക് സമർപ്പിക്കുന്ന വസ്തു, ആ വസ്തു മാനേജ് ചെയ്യേണ്ടത് വിശ്വാസി സമൂഹം തന്നെയാണ്. ഒരു അവിശ്വാസി വന്നിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ സിഖ് ഗുരുദ്വാരകൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ, ഇതിൻ്റെയൊക്കെ മാനേജ്മെന്റ് കമ്മിറ്റി, ചിലതൊക്കെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമുണ്ട്, മറ്റു ചിലത് നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളുണ്ട്. ഏത് നിയമം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ സമുദായാംഗങ്ങൾക്ക് മാത്രമേ അതിനകത്ത് സ്പേസ് ഉള്ളൂ. ബാക്കിയുള്ള സമുദായാംഗങ്ങളെ അതിനകത്ത് നിന്ന് ബാൻ ചെയ്തിരിക്കുകയാണ്. റൈറ്റ്ലി സോ, അങ്ങനെയാണ് വേണ്ടത്. ഇവിടെ മാത്രം പക്ഷേ ഈ ഒരു മുസ്ലിം സമുദായത്തിന്റെ അസറ്റ്സ്, അതിന്റെ മാനേജ്മെന്റും അതിന്റെ അഫയേഴ്സിനും വേണ്ടിയിട്ടുള്ള ഈ ബോർഡിൽ മുസ്ലിംസ് അല്ലാത്ത ആളുകളും കയറി വരാം എന്ന് പറയുന്നത് 2 തരത്തിൽ അത് വയലേഷനാണ്. ഒന്ന് ഈ ആർട്ടിക്കിൾ 26ന്റെ ഡയറക്റ്റ് വയലേഷനാണ്. മറ്റേത് ആർട്ടിക്കിൾ 14 തുല്യത, ഈക്വാലിറ്റി. ബാക്കിയുള്ള സമുദായങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ സമുദായത്തിന് കൊടുക്കുന്ന ഈക്വാലിറ്റി, അതിൻ്റെയും വയലേഷനാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് വാദിക്കാവുന്ന സംഗതികളാണ്. അതെന്ന് വെച്ചാൽ ഇനിയും നമ്മുടെ ഓപ്ഷൻസ് ആർ ഓൾ ഓപ്പൺ. എന്നാണോ ഈ കേസ് അന്തിമവാദത്തിനെടുക്കുന്നത്, തീർച്ചയായിട്ടും ഈ വാദങ്ങളും അതിനകത്ത് പോകും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. നമുക്ക് ഇപ്പോഴും ചില പ്രശ്നങ്ങളുള്ള വകുപ്പുകൾ, സ്റ്റേ ചെയ്യാത്ത വകുപ്പുകൾ, ആ വകുപ്പുകൾക്കെല്ലാം ഈ പറയുന്ന പോലെ അന്തിമവാദത്തിൽ നമുക്ക് വലിയ സ്കോപ്പുള്ള സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ലെജിസ്ലേച്ചർ അങ്ങനെ ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് എന്താണ് ചെയ്യുന്നത്? എക്സിക്യൂട്ടീവിന്റെ ആക്ഷനും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാവഹമല്ല ആക്ഷൻസ് അല്ല നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ലോകവ്യാപകമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ പേര് വളരെ മോശമാക്കിയ ഒരു ആക്ഷനാണ് ബുൾഡോസർ ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ബുൾഡോസർ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ബുൾഡോസർ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് മുസ്ലിങ്ങളുടെ വീടുകളിലും മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിലും മാത്രമാണ്, വേറെ എവിടെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഉപയോഗിക്കുക, ഇത് നമ്മളിപ്പോൾ റൂൾ ഓഫ് ലോ എന്ന്, നിയമവാഴ്ച എന്ന് പറയും. ഈ നിയമവാഴ്ചയുടെ തകർച്ചയാണ് സത്യം പറഞ്ഞ ബുൾഡോസർ എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പൊ UP-ലിപ്പോ ഒരുപാട് ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളായിട്ടുള്ള മുസ്ലിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അത് കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വെടിവെച്ച് കൊല്ലൽ. അപ്പൊ വെടിവെച്ച് കൊല്ലൽ എന്താണ്? അത് പോലീസുമായിട്ടുള്ള സംഘടനത്തിലാണ് വെടിയേറ്റ് മരിച്ചത്, അല്ലെങ്കിൽ പോലീസിന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പോലീസ് വെടിവെച്ചതാണ്. നമ്മൾ കണ്ടതാണ്, ലൈവ് TV-യിൽ നമ്മൾ കണ്ടതാണ്. ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ജയിലിലേക്കോ കൊണ്ടുപോകുന്ന 2 പേരെ ഒരാൾ വന്നിട്ട് തലയിൽ വെടിവെച്ചാണ് പോകുന്നത് കണ്ടാണ്. ആളുകൾ ആഘോഷിക്കുകയാണ് അതെല്ലാം. അതൊന്നും ഒരു 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 ഒഫൻസായിട്ടോ കുറ്റകൃത്യമായിട്ടോ ആളുകൾ എടുക്കുന്നില്ല.
അതാ സർക്കാരിന് ആളുകൾ പോസിറ്റീവായിട്ടുള്ള നോട്ട് കൊടുക്കുകയാണ്. അവിടെയാണ് നമുക്ക് പ്രശ്നം വരാൻ പോകുന്നത്. ജനങ്ങളുടെ ഇടയിൽ സർക്കാർ ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കാര്യമാണ് ഈ ചെയ്യുന്നത് എന്ന് അവിടെ ഭൂരിപക്ഷ ജനങ്ങളും വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമവാഴ്ച എവിടം വരെയും പോകുമെന്നുള്ളതാണ് പ്രശ്നം. ഈ നിയമവാഴ്ച തകർച്ച. ബുൾഡോസറിന്റെ കാര്യവും അത് തന്നെയാണ്. ആരെങ്കിലും ഒരു ചെറിയ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണ്, അതിനകത്തത് മുസ്ലിമാണ്, അതിനകത്ത് ഒരാളെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ ബുൾഡോസറുമായിട്ട് ആ പറയുന്ന വ്യക്തിയുടെ വീടോ കച്ചവട സ്ഥാപനമോ തകർക്കുകയാണ്. അപ്പൊ അതിനെതിരെ ഇപ്പൊ കോടതിയിൽ വന്നു, ഒരു ബെഞ്ച് നല്ല രീതിയിൽ ഒരു ഉത്തരവൊക്കെ പാസ്സാക്കി. ഒരു കാരണവശാലും ബുൾഡോസർ എടുത്തിട്ട് തകർക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് പാസ്സാക്കിയെങ്കിൽ പോലും എക്സിക്യൂട്ടീവാണ് ഈ പറയുന്ന വിധിന്യായങ്ങളെല്ലാം നടപ്പിലാക്കേണ്ടത്. ഗ്രൗണ്ടിൽ നടപ്പിലാക്കുന്നില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് സംസ്ഥാനത്തായിക്കോട്ടെ, UP ആയിക്കോട്ടെ, ഗുജറാത്ത് ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, എവിടെയും നമ്മൾ ദിവസവും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോടതിക്കും ഒരു പരിധി ഉണ്ടല്ലോ. കോടതി പറഞ്ഞു ഞങ്ങൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇതിനാർക്കാണ് കോടതിയിൽ വരാൻ പറ്റുന്നത്? ഈ പറയുന്ന ഈ പാവപ്പെട്ട മുസ്ലിം കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കോടതിയിൽ നിരന്തരം വന്ന് ഇവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് ഇതുപോലത്തെ ഇപ്പൊ നമ്മളിപ്പോ ഈ മോബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞിട്ട് ആൾക്കൂട്ട കൊലപാതകം, അത് എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിലെ വിക്ടിം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ആയിരിക്കും. പല മോബ് ലിഞ്ചിങ് വിക്ടിംസിന്റെയും കുടുംബത്തെ സന്ദർശിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. UPയിലും, മെയിനായിട്ട് UPയിലെ പല സ്ഥലങ്ങളിലും. ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്ന ഒരാള് മുസ്ലിം നാമധാരി ആണെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒരു ആൾക്കൂട്ടം വന്നിട്ട് അവനെ അടിക്കുകയും ആ കൊല്ലണ രീതിയിലേക്ക് അങ്ങോട്ട് മാറുകയാണ്. ഒരു മുസ്ലിം ആണ് എന്നുള്ളതാണ് അവരെ അങ്ങോട്ട് ഇൻസൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ് പശുക്കടത്ത് അല്ലെങ്കിൽ പശു ഇറച്ചി കടത്ത് എന്നൊക്കെ. പശു ഇറച്ചി എന്ന് പറഞ്ഞാൽ അവിടെ പശുവിനെ ആരും ഒന്നും ചെയ്യാത്ത സ്ഥലമാണത്. ആട്ടിറച്ചി കൊണ്ടുപോയി കഴിഞ്ഞാലും അത് പശുവിന്റെ ഇറച്ചിയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ തല്ലിക്കൊല്ലുന്ന ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇത് എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പോളിസി എന്ന് പറയുന്നത്, അവരുടെ നയം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക, ഈ രീതിയിൽ ഒരു പ്രത്യേക സമുദായത്തിനെതിരെ ഇങ്ങനത്തെ കാണിക്കലെല്ലാം കാണിച്ചിട്ട് ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു സീനിയർ കേന്ദ്ര BJP നേതാവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഒരു പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളൊരു മുസ്ലിം മന്ത്രിയെ ഒരു പേരിനെങ്കിലും നിങ്ങൾ വെച്ചില്ല? അപ്പൊ അദ്ദേഹം പറയാണ്, മുസ്ലിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നില്ല, അതുകൊണ്ട് BJP ഇനി മുസ്ലിങ്ങളെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് പോളിസി. ടിറ്റ് ഫോർ ടാറ്റ് പോളിസിയാണ്. അപ്പൊ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ സഹായിക്കില്ല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് ആ പറഞ്ഞു കഴിഞ്ഞാലാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടുകയുള്ളൂ, അവിടെ കൺസോൾട്ടേഷൻ വരും എന്നുള്ളത്. എന്തെങ്കിലും മുസ്ലിം സമുദായത്തിന് പറ്റിയ വെൽഫെയർ മെഷേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ഭൂരിപക്ഷ വോട്ടിനെ ബാധിക്കുക എന്നുള്ള പേടിയായിരിക്കാം ചിലപ്പോൾ അവർക്ക്. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം വികസനം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെല്ലാം കഴിഞ്ഞ 5 വർഷമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാനുള്ള ഒരു ഷുവർ ഷോട്ട് ഫോർമുല എന്ന് പറയുന്നത് ഈ വർഗീയ ധ്രുവീകരണം തന്നെയാണ്, ഈ പോളറൈസേഷൻ തന്നെയാണ്. അതിപ്പോ BJPയുടെ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ആദ്യമെല്ലാം അവർ വലിയ രീതിയിൽ അവരുടെ വികസന പോളിസിയെ കൊണ്ടുവരുമ്പോൾ അത്രമാത്രം ഒരു ഇളക്കം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ പ്രധാനമന്ത്രി മോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗമാണ് 2ാമത്തെ ഫേസിലോ 3ാമത്തെ ഫേസിലോ ഒക്കെ നമ്മൾ കണ്ടത്. എങ്ങനെയാണ് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. കാരണം മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കെട്ടുതാലി വരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്, നിങ്ങളുടെ കെട്ടുതാലി വരെ എടുത്തു കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിവിശേഷം വരും എന്നുള്ള രീതിയിലേക്ക് അതപ്പതിക്കുന്ന രീതിയിലൊക്കെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വർഗീയ പോളറൈസേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന
ഒരു തെരഞ്ഞെടുപ്പ് നേട്ടം. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യു പിയിൽ നമ്മൾ വേറെ സംഗതി നമ്മൾ കണ്ടു. കടകളുടെ ഉടമസ്ഥർ അവരുടെ പേരും അവരുടെ ജാതിയും സഹിതം അവിടെ ബോർഡ് പ്രദർശിപ്പിക്കണമെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കൻവർ യാത്ര എന്ന് പറഞ്ഞൊരു യാത്രയുണ്ട് അവിടെ. ഗംഗയിൽ നിന്ന് വെള്ളമെടുത്ത് ഒരുപാട് തീർത്ഥാടകർ കാൽനടയായിട്ട് പോകുന്ന ഒരു സംഭവമാണ്, വലിയൊരു സംഭവമാണത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള കച്ചവടക്കാരുണ്ടെങ്കിൽ അവരെ ബഹിഷ്കരിക്കാനും, പിന്നെ ഈ കൻവർ യാത്രികൾ വളരെ അക്രമാസക്തരാണ്. ചില സമയത്തൊക്കെ കടകളൊക്കെ അടിച്ചു പൊളിക്കും. അടിച്ചു പൊളിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവരുടെ കട അടിച്ചു പൊളിച്ചോ എന്നുള്ള ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ പോലെയാണ്. അപ്പൊ നിങ്ങളുടെ ഐഡന്റിറ്റി തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ മതം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ കട തുറന്നു വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രമാത്രം എക്സിക്യൂട്ടീവ് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും നമുക്ക് അറിയാം. കാരണം വെച്ചാൽ ലെജിസ്ലേച്ചറിൽ ഭൂരിപക്ഷമുള്ള ആ പ്രത്യേക പാർട്ടി ആയിരിക്കും എക്സിക്യൂട്ടീവും, അതായത് ഭരിക്കുന്ന പാർട്ടിയും. ഇത് രണ്ടും ഇങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ഏക പ്രതീക്ഷ എപ്പോഴും എപ്പോഴും ജുഡീഷ്യറി തന്നെയാണ്. കാരണം ഇവരെ കൺട്രോളിലും ചെക്കിലും വെക്കാൻ പറ്റുന്നത് ജുഡീഷ്യറിക്ക് മാത്രമാണ്. ജനങ്ങളുടെ അവകാശങ്ങളും പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളും ഇതിനകത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനം നടത്തുകയാണെങ്കിൽ കോടതി വളരെ ശക്തമായി കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ചരിത്രപരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഡൽഹിയിൽ കേന്ദ്രത്തിൽ വളരെ ശക്തമായിട്ടുള്ള സർക്കാർ വരികയാണെങ്കിൽ ജുഡീഷ്യറി ഒന്ന് വീക്കാവുന്നതാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. നമ്മളത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് നമ്മൾ കണ്ടു. 2014 ശേഷം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഒരു സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്, ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളെ സംരക്ഷിക്കേണ്ട, നമ്മളെപ്പോഴും അവരിൽ ഒരു വിഭാഗത്തെ കൈവിടുന്നു എന്നുള്ളത്. അത് പൊതുജനങ്ങൾക്ക് പോലും ആ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചില സമയത്ത് കോടതി കാണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ബാബരി മസ്ജിദ് അയോധ്യ വിധി, ആ വിധി അന്നേ തൊട്ടേ വളരെ ചർച്ചാപാത്രമാണ്. അതിനുശേഷം ആ വിധി എഴുതിയ മഹാൻ പറഞ്ഞു, ഇത് എഴുതാനുള്ള പ്രേരണ വന്നത് ദൈവത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു, ദൈവത്തിന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി ആ വിധി അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം ദൈവമല്ല എഴുതേണ്ടത്, ഭരണഘടനയാണ് എഴുതേണ്ടത്. ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു വിധിയാണ് വരേണ്ടത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. ഈ പള്ളി ഉണ്ടാക്കിയത് ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണെന്ന് ഒന്നും എവിടെ ഇല്ലാത്ത കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. അപ്പൊ എന്ത് മനസ്ഥിതിയിലാണ് അദ്ദേഹം എഴുതിയത് എന്നുള്ളത്, എന്ത് പ്രത്യയശാസ്ത്രം പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന മഹാനാണ് പ്രധാനമന്ത്രിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആരതി ഒഴിഞ്ഞ മഹാൻ. ഈ പറയുന്ന ജഡ്ജി തന്നെയാണ് ഗ്യാൻവാപ്പി പള്ളിയുടെ കേസിൽ, ഗ്യാൻവാപ്പി പള്ളിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ അടിയിൽ വരുന്ന കേസാണത്. അതായത് 1947 ഓഗസ്റ്റ് 15 ഒരു കെട്ടിടത്തിന്റെ സ്റ്റാറ്റസ് എന്തായിരുന്നോ ആ സ്റ്റാറ്റസ് നിലനിർത്തണം എന്നുള്ളതാണ് 1947 പ്ലേസസ് ഓഫ് വർഷിപ്പ്, 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. 1947 ഗ്യാൻവാപ്പി പള്ളി തന്നെയായിരുന്നു, മസ്ജിദായിരുന്നു. അതോടി തീർന്നു, വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള പള്ളികൾക്കെതിരെ പോലും സൂട്ട് വന്നപ്പോ ഇത് നിലനിൽക്കാത്ത സൂട്ടാണെന്ന് പള്ളി കമ്മിറ്റി പറഞ്ഞു. കാരണം ഈ നിയമം വളരെ വ്യക്തമാണ്, ഈ നിയമത്തിന്റെ അടിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഹർജി നിലനിൽക്കാത്തതാണെന്ന് മസ്ജിദ് കമ്മിറ്റി പറഞ്ഞ് അങ്ങനെ താഴെ കോടതി കേട്ടില്ല. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് വന്നപ്പോഴാണ് ചന്ദ്രചൂഡ് പറയുന്നത് അല്ല, ഇതിന്റെ ക്യാരക്ടർ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിലനിൽക്കും. ആ ഒറ്റൊരു വാക്ക് ഇന്ത്യയിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സമ്പൽ ഈ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഒരു ഉത്തരവ് ഇട്ടപ്പോൾ
അവിടെ സർവേക്ക് വന്ന ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ആളുകളും തമ്മിലുള്ള പ്രശ്നത്തിലാണ് വെടിവെപ്പിൽ 6 ചെറുപ്പക്കാർ മരിച്ചുപോയത്. ഇയാൾ റിട്ടയർ ചെയ്ത് അടുത്ത ആൾ വന്നു, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഈ പറയുന്ന സംഗതികളെല്ലാം സ്റ്റേ ചെയ്യുകയാണ്. അത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൻ്റെ അടിയിൽ എന്തെങ്കിലും ഹർജികൾ ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹർജികളെല്ലാം തടഞ്ഞു വെച്ചു. ഒരു ഹർജിയുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ഇനി പുതിയ ഹർജി കൊടുക്കാനുള്ള അനുമതി പോലും അദ്ദേഹം നിഷേധിച്ചു. അതോടെ ആ പ്രശ്നവും തീർന്നല്ലോ. അപ്പൊ ഇങ്ങനെ ജഡ്ജിമാര് അവരുടെ വീക്ഷണത്തിനനുസരിച്ചിട്ട് അവരുടെ പ്രത്യയശാസ്ത്രം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ജഡ്ജിമാർക്ക് രാഷ്ട്രീയം പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ അവർ മനുഷ്യരാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഭരണഘടനയാണ് അവരുടെ ഹോളി ബുക്ക് എന്ന് പറയുന്നത്. അതുമാത്രമാണ് അവരെ ഗൈഡ് ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായിട്ടുള്ള സംഗതികൾ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി തുടങ്ങുന്നത്. അപ്പൊ ജുഡീഷ്യറിയിൽ നമ്മൾ ഇങ്ങനെ ഓരോ സമയത്തും ഒട്ടും ആശാവഹമല്ലാത്ത കാര്യങ്ങൾ കണ്ടുവരുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് ഇനി എവിടെ പോകുമെന്നുള്ള ഒരു ആശങ്ക വരുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയൊരു പങ്കുള്ള മീഡിയ എന്ന് പറയുന്ന 4th പില്ലറിനെ നമ്മൾ ആശ്രയിക്കാൻ നോക്കും. പക്ഷെ മീഡിയയുടെ കാര്യം നമുക്കറിയാം, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു വാർത്ത ഗവൺമെന്റിനെതിരെ വരികയാണെങ്കിൽ അവർ നേരിടേണ്ട പ്രത്യാഘാതം എന്ന് പറയുന്നത് വലുതാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ സീറ്റിൻ്റെ അടുത്ത് കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ പത്രാധിപരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ കാണിച്ചു തരികയാണ്. വീക്ക്ലി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് INB മിനിസ്ട്രിയുടെ ഒരു റിപ്പോർട്ട് എല്ലാം ഇവർക്ക് പോകും. അത് വീക്ക്ലി റിപ്പോർട്ട് എന്താണ്? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങളുടെ പത്രത്തിൽ വന്ന വാർത്തകൾ, അതിനകത്ത് ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള വാർത്തകൾ എത്രയാണ്, ഗവൺമെന്റിന് വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ എത്രയാണ്, അല്ലെങ്കിൽ 2 ന്യൂട്രൽ ആയിട്ടുള്ള വാർത്തകൾ എത്രയാണ്. അപ്പൊ നമ്മളുടെയൊക്കെ നോക്കിക്കോ, നമ്മളുടെ എല്ലാം 50% കൂടുതൽ ഗവൺമെന്റ് വിരുദ്ധ വാർത്തകൾ വരുന്ന മാധ്യമങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അതിൻ്റെ അടിയിൽ ഏതെല്ലാം വാർത്തകളാണ് ഗവൺമെന്റ് വിരുദ്ധ വാർത്ത എന്നുള്ളത് വട്ടത്തിൽ ചുവന്ന ഇതിനകത്ത് വട്ടത്തിൽ ഇട്ടിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാണിച്ചു തരാണ് എന്നെ. അപ്പൊ ഗവൺമെന്റ് വിരുദ്ധ വാർത്തകൾ എന്ന് പറഞ്ഞ് ഇവർ കൊടുക്കുന്നത് എന്താണ്, ഇവർ ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നയത്തെ വിമർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നായിരിക്കും വാർത്ത. ഈ വാർത്ത പോലും അവരുടെ കണ്ണിൽ ഗവൺമെന്റ് വിരുദ്ധ വാർത്തയാണ്. അത് റെഡ് മാർക്കിൽ പോവുകയാണ്. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകളായിട്ട് പോലും അവർക്ക് പത്രത്തിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശമാണ് അത് പോകുന്നത്. അതൊരു പരിധി കൂടുതൽ ഈ റെഡ് മാർക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. വേറൊരാളുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി നേരിട്ട് വിളിച്ചു, മന്ത്രി നേരിട്ട് വിളിച്ചിട്ട് നേരിട്ട് കാര്യം പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രി നേരിട്ട് വിളിച്ച് ഒരു പത്രാധിപരെ നേരിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഏത് പത്രക്കാർക്കാർക്കും ധൈര്യം വരാൻ പോകുന്നു? അപ്പൊ അവർക്ക് അടിയറവ് പറയേണ്ടി വരും. ഇപ്പൊ മീഡിയ വണ്ണിന്റെ കേസ്, മീഡിയ വണ്ണ് 10 വർഷമായിട്ട് ഇവിടെ നടന്നു പോന്നുകൊണ്ടിരുന്ന ഒരു ചാനലാണ്. 10 വർഷം കൊണ്ട് ഒരു ചാനൽ എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ടാവും. തുടക്കത്തിൽ തന്നെ അനുമതി നിഷേധിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജാണ്, തുടക്ക സ്റ്റേജാണ്. ഇത് 10 വർഷം. അപ്പൊ അത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഫീസ് കെട്ടിടങ്ങൾ, ബ്യൂറോകൾ, 300 ചില്ലാൻ എംപ്ലോയീസ്, ക്യാമറകൾ, അത് ഇത് എല്ലാ സാധനവും ഉണ്ട് അവർക്ക്. 10 വർഷം കഴിഞ്ഞാൽ ഈ ലൈസൻസ് റിന്യൂവൽ വേണം. ലൈസൻസ് റിന്യൂവലിന് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്.
ആ റിന്യൂവൽ റിജക്ഷനായി. റിജക്ഷൻ ആയപ്പോൾ എന്താണ് കാരണം? എന്തെങ്കിലും കാരണം വേണമല്ലോ, റിജക്ഷനാണ്. അപ്പം നിങ്ങൾക്കെതിരെ സെക്യൂരിറ്റി ഇൻപുട്സ് ഉണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഇൻപുട്സ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഗൗരവമാണ് കാര്യങ്ങൾ. അതാണ് കാരണം പറഞ്ഞത്. ഇവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ജഡ്ജി ചോദിച്ചു, എനിക്കെങ്കിലും അറിയണം എന്താണ് കാരണമെന്ന് അറിയണം. അപ്പോൾ ഇവർ പറഞ്ഞു, ജഡ്ജിനെ മാത്രം കാണിച്ചു തരാം, സീൽഡ് കവറിൽ കൊണ്ടുവരാം, ജഡ്ജിക്ക് നോക്കാം. ജഡ്ജിയെ പോയി കാണിച്ചു. ജഡ്ജിക്കും ബോധ്യപ്പെട്ട് വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് ഇവർ കേന്ദ്ര സർക്കാർ റിന്യൂവൽ റിജക്റ്റ് ചെയ്ത് കറക്റ്റാണ്, ആ നടപടി ശരിയാണ്. അപ്പോൾ നമ്മുടെ മീഡിയ വണ്ണിൻ്റെ വക്കീൽ ഈ ജഡ്ജിൻ്റെ അടുത്ത് പറഞ്ഞു, വിധി വന്നപ്പോൾ പറഞ്ഞു, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ചാനലാണ്, ഞങ്ങൾ നാളെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്യാം, ഒരു 24 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് സ്റ്റേ ചെയ്യുക, 24 മണിക്കൂർ ഞങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഇന്നലെ നിർത്തേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജഡ്ജിയുടെ മറുപടി എന്ന് പറയുന്നത് പ്രകാരമായിരുന്നു, ഞാനിപ്പോൾ ഈ സീക്രട്ട് ഫയൽ കണ്ടു, ഈ സീക്രട്ട് ഫയൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം, ആ ഗൗരവം ഞാൻ മാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 24 മണിക്കൂർ എന്നല്ല, 1 മിനിറ്റ് പോലും ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഞാനത് തള്ളുകയാണെന്ന് പറഞ്ഞു, നിങ്ങളുടെ ആ റിക്വസ്റ്റ് തള്ളുകയാണെന്ന് പറഞ്ഞു, ഇപ്പം തന്നെ നിങ്ങൾ അടച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം തന്നെ മീഡിയ വണ്ണിന് പിൻവലിക്കേണ്ടി വന്നു, അവരെ എയറിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. അന്ന് തൊട്ട് ഇവരുടെ ഷോ നിർത്തി. അതേപോലെ തന്നെ ഇവിടെ ഡിവിഷൻ ബെഞ്ചിൽ പോയി, ഡിവിഷൻ ബെഞ്ചിൽ 2 ജഡ്ജിമാരും ഈ പറഞ്ഞ പോലെ ഫയലുകളെല്ലാം കണ്ടു. അവരും പറഞ്ഞു, സിംഗിൾ ജഡ്ജി പറഞ്ഞു ശരിയാണ്, അവരും പറഞ്ഞു ഈ കേന്ദ്ര ഗവൺമെൻറ് നടപടി ശരിയാണ്. സുപ്രീം കോടതിയിൽ പോയി, അവിടെയും ഈ ഫയൽ കാണിച്ചു. ഫയൽ കാണിച്ച് ജഡ്ജിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്ന് 15 മിനിറ്റ് ഒന്ന് ചർച്ച ചെയ്യാനുണ്ട്, നിങ്ങളെല്ലാം അവിടെ ഇരിക്കും, ഞങ്ങളുടെ ഓഫീസ് റൂമിൽ പോയി ചർച്ച ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. വന്നിട്ട് അപ്പോൾ തന്നെ ഉത്തരവ് എഴുതുകയാണ്. ഒരു ഇടക്കാല ഉത്തരവിൽ കൂടെ മീഡിയ വണ്ണിൻ്റെ സംപ്രേഷണം പുനരാരംഭിക്കാനുള്ള ഒരു ഉത്തരവ് തരികയാണ്. അപ്പോൾ അപ്പോഴും നമുക്കറിയില്ല എന്താണ് ഇതിൻ്റെ അകത്തുള്ളതൊന്നും നമുക്കറിയില്ല, നമുക്ക് അപ്പോഴും തന്നിട്ടില്ല. അന്തിമവാദം വന്നു. അന്തിമവാദത്തിന്റെ സമയത്ത് പോലും കോടതി ചോദിച്ചു സർക്കാരിൻ്റെ അടുത്ത്, ഇതിൻ്റെ ഒരു ജിസ്റ്റെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതനുസരിച്ചിട്ട് വാദിക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, അത്ര സീരിയസ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം അന്തിമ വിധി വന്നു. അന്തിമ വിധിയിൽ മീഡിയ വണ്ണിൻ്റെ കേസ് പൂർണ്ണമായിട്ടും നമ്മൾ വിജയിച്ചു. പൂർണ്ണമായിട്ട് വിജയിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു സന്തോഷമെന്ന് പറയുന്നത് വിജയത്തിലുള്ള സന്തോഷമല്ല, നമുക്കെതിരെ, അതായത് മീഡിയ വണ്ണിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയ ഈ സീക്രട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന അതിഗൗരവമായിട്ടുള്ള സംഗതികൾ ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി നിരത്തി എഴുതിയവർ. ഇന്ന കാരണങ്ങളാണ് ഈ ഫയലിൽ ഞങ്ങൾ കണ്ടത്, നിങ്ങളുടെ ലൈസൻസ് പുതുക്കലിനെ റിജക്ഷന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളായിട്ട് കണ്ടത് ഇന്ന കാരണങ്ങളാണ് എന്നുള്ളത്. അത് കാരണങ്ങൾ എന്താണ് പറയുന്നത്? ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ മാത്രം അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ്. ഒന്നാമത്തെ കാരണം, ഒരു ചാനൽ നിരോധിക്കാൻ പറ്റിയ ഒരു കാരണമായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുകയാണ്. ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് കുറെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജലീൽക്ക, അതൊക്കെ പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ഈ സംഘടനയാണ്, ആ സംഘടന, മറ്റേ സംഘടന എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കോടതി പറയുന്നുണ്ട്, നിങ്ങൾ നിരോധിക്കാത്തൊരു സംഘടന, ഇവിടെ ചലിച്ചു പോകുന്നൊരു സംഘടനയെ കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ കാരണമായിട്ട് പറയുന്നത്, ഇത് മുസ്ലിങ്ങളുടെ കോസിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ നിലനിൽക്കുന്നത്. അപ്പോൾ മുസ്ലിം കോസിന് വേണ്ടിയിട്ട് ചാനൽ നിലനിന്നു കഴിഞ്ഞാൽ അത് ആ ചാനലിന്റെ ലൈസൻസ് പുതുക്കൽ തടയാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണമാക്കി നമുക്ക് കൊടുക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളുടെ എക്സിക്യൂട്ടീവ് കുത്തുകയാണ്. ആ എക്സിക്യൂട്ടീവിന്റെ കാരണങ്ങൾ ശരിയാണെന്ന് കേരള ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാർ കണ്ടെത്തുകയും ചെയ്തു. അവിടെയാണ് അതിന്റെ നിർഭാഗ്യം. ഞാൻ ഈ നേരത്തെ പറഞ്ഞത്, എക്സിക്യൂട്ടീവ് എന്ത് കാരണം പറഞ്ഞോട്ടെ, എക്സിക്യൂട്ടീവ് പറയാണ് ഇപ്പൊ എൻ്റെ കളർ എക്സിക്യൂട്ടീവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് എന്നെ അവിടെ ഇൻഡു അടിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അത് കോടതിയാണ് പറയേണ്ടത്. നിങ്ങളാണ് അയാളുടെ കളർ നോക്കാൻ.
കോടതിയല്ലേ ഇത് പറയേണ്ടത്. കോടതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 3 ജഡ്ജിമാർക്ക് ഈ കേന്ദ്ര സർക്കാർ പറഞ്ഞ കാരണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തുമ്പോൾ അവിടെയാണ് നമുക്ക് പേടിക്കേണ്ടത്. സുപ്രീം കോടതിയിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു 3 അംഗ ബെഞ്ച് നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ സുപ്രീം കോടതിയും ചിലപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ശരിയാണെന്ന് പറഞ്ഞേനെ. സുപ്രീം കോടതി ഈ ജഡ്ജ്മെന്റിൽ ഇതെല്ലാം എഴുതിയത് കാരണം നമുക്ക് മനസ്സിലായി എന്താണ് കാരണങ്ങൾ എന്നുള്ളത്. ഇപ്പൊ ഈ വഖഫ് നിയമത്തിൽ അതുപോലെ തന്നെ വരണം. വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷമായിട്ട് നിങ്ങൾ ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ കൊടുക്കണമെന്നുള്ളത്. ആർക്കാണ് തെളിവ് കൊടുക്കേണ്ടത്? സർക്കാർ പറയുന്നത് ഏതൊരു ഉദ്യോഗസ്ഥന്റെ അടുത്ത്. അപ്പൊ അതിനെന്താ മാനദണ്ഡം? നിങ്ങൾ ഇസ്ലാം ആണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഞാൻ നിസ്കരിക്കണില്ലേ, അല്ലെങ്കിൽ നിസ്കരിച്ചില്ലേ, അല്ലെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിച്ച് ഞാൻ താടി വെച്ചില്ലേ, നോമ്പ് നോക്കിയില്ലേ, ഇതാണോ? അപ്പോ ഒരു സ്വകാര്യതയിലേക്ക് സർക്കാരിന് കയറുകയാണ് നിങ്ങൾ. ഇതിനകത്ത് ഇപ്പൊ മാനദണ്ഡം വെച്ച് തന്നെ വിചാരിക്കാം. ഇന്ന കാരണങ്ങളാണ് ഇന്ന മാനദണ്ഡമാണ് ഞങ്ങൾ ഒരു ഇസ്ലാം ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്ന് വിചാരിച്ചാൽ തന്നെ ആ മാനദണ്ഡം ശരിയാവും. അല്ല, ഒരാൾ ഇസ്ലാം ആണോ അല്ലയോ, ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവരാണ്, സർക്കാരാണ്, സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ്. ഇത് നമുക്ക് തന്നേക്കുന്ന ഒരു അവകാശമല്ല. ഈ അവകാശത്തിന്മേ കയറിയിട്ടുള്ള ഈ കളികളാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതികളാണ് ഇത് തിരിച്ചറിയേണ്ടത്. ഭാഗ്യവശാൽ ഇപ്പോൾ ഇടക്കാല ഉത്തരവിൽ ഈ പറയുന്ന വകുപ്പ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. 5 വർഷം ഇസ്ലാം ആകണമെന്നുള്ള നമ്മൾ തെളിയിക്കണമെന്നുള്ള വകുപ്പ് ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ കൂടി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഒരു മാനദണ്ഡങ്ങളായിട്ട് വരും. അപ്പൊ എന്ന് വെച്ചാൽ ഇത് ഒരു പോരാട്ടമാണ്. നമ്മൾ നിരന്തര യുദ്ധത്തിന്റെ പുറത്ത്, നിരന്തര പോരാട്ടത്തിന്റെ വക്കിലാണ്. അതിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന വോട്ടർ പട്ടികയുടെ പ്രശ്നം. അതെന്തിനാ കൊണ്ടുവരുന്നത്? ലക്ഷക്കണക്കിനുള്ള മുസ്ലിങ്ങളെ സ്റ്റേറ്റ്ലെസ് മുസ്ലിങ്ങളാക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ നിന്ന് പായിപ്പിക്കാനൊന്നുമല്ല, അവർ ഇന്ത്യ തന്നെ ഉണ്ടാവും. പക്ഷെ വോട്ടർ പട്ടികയിൽ നിന്ന് അങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റേറ്റ്ലെസ് മുസ്ലിങ്ങൾ പോലെയായി. ആരാ പിന്നെ അവരെ വകവെക്കണത്? ബീഹാറിൽ 65 ലക്ഷം പേരുടെ പേര് വെട്ടിയേക്കണ ഭൂരിഭാഗവും മുസ്ലിങ്ങളുടെ. ആസാമിൽ ഒരുപാട് പേര്, ആസാമിലൊക്കെ വളരെ എളുപ്പമാണ്, ബംഗ്ലാദേശിയ എന്ന് പറഞ്ഞിട്ടാണ് വെട്ടണത്. ഏകദേശം 3 ജില്ലകളിൽ നിന്ന് അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അദാനിക്കും അങ്ങനത്തെ വലിയ കോർപ്പറേറ്റുകൾക്കും വേണ്ടിയിട്ട് അക്വയർ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 3 ജില്ലകളിൽ വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് അവരുടെ ഭൂമികളെല്ലാം അക്വയർ ചെയ്ത് അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു അഡ്രസ് ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. അഡ്രസ് ഇല്ലെങ്കിൽ പിന്നെ വോട്ടർ പട്ടികയിലേക്ക് ഇനി കയറുന്നത് അവരെ സംബന്ധിച്ച് ദുഷ്കരമാണ്. വോട്ടർ പട്ടിക അവിടെ അടുത്ത വർഷം ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റിയ സമയമാണ്, അവർക്ക് പേര് ചേർക്കാൻ പറ്റുന്നില്ല. ഇവരാരും അവിടെ വീടില്ലാത്തവരാണെന്ന് പറഞ്ഞ് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ സ്റ്റേറ്റ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച്. ഇപ്പൊ ക്രിസ്ത്യൻസിനും ഈ പറയുന്ന പോലെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ശിരോവസ്ത്രം പോലും ധരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കന്യാസ്ത്രീകൾ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. ഛത്തീസ്ഗഡിലെ സംഭവത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ നമ്മളുടെ ഈ പോരാട്ടം എന്ന് പറയുന്നത് ഒരു കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശം പോലെ തന്നെ ഒരു മുസൽമാന് എന്ത് ചെയ്യാനുള്ള അവന്റെ മൗലികാവകാശത്തിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ട അവകാശം കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മളുടെ അവകാശ പോരാട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ പള്ളുരുത്തി സ്കൂളിൽ തട്ടമഴിപ്പിച്ചു. എന്ത് കാരണത്തിലാണ് തട്ടമഴിപ്പിക്കുന്നത്? അവർക്ക് തന്നെ അവരുടെ തന്നെ ശിരോവസ്ത്രം അഴിപ്പിച്ചാണ് ഛത്തീസ്ഗഡിലൊക്കെ നടക്കുന്നത്. അതിന്റെ വിഷമം അവർക്കറിയാം. ശിരോവസ്ത്രം അഴിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മളുടെ നിലപാട്. അത് ഇടാനുള്ള മൗലികാവകാശമാണ് മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഭരണഘടന കൊടുത്തിരിക്കുന്നത്. അതേ മൗലികാവകാശമാണ് പള്ളുരുത്തിയിലെ കുട്ടിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നമ്മൾ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ
ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ അത് ഈ സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അനർഹമായിട്ട് എന്തോ കിട്ടിയെന്നുള്ളതാണ്. എന്താണ് കിട്ടിയതെന്നുള്ളതൊന്നും പറയുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം വെറും 54 ദിവസം മാത്രം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഒരു സമുദായത്തിൻ്റെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. അതാണ് ഇനി അനർഹത നമുക്കറിയില്ല. മന്ത്രിമാരുടെയും ബാക്കിയുള്ള ആളുകളുടെയും കാര്യം പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. ഇപ്പൊ ബ്യൂറോക്രസിയിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലോ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ കണക്കെടുത്താൽ പോലും എവിടെ എത്തില്ല. ഇപ്പൊ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു കണക്കനുസരിച്ചിട്ട് 2 വർഷം മുമ്പുള്ള ഒരു സെൻസസ്, ജാതി സെൻസസ് നടത്താത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയാണ്. ജനസംഖ്യാനുപാതികമായിട്ട് സർക്കാരിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം, പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞിട്ട് അവരുടെ റിപ്പോർട്ട് ഉണ്ടായി. നമുക്ക് ജനസംഖ്യാനുപാതികമായിട്ട് സർക്കാരുകൾ പ്രാതിനിധ്യം ഉണ്ട്, വേണം, മൗലിക അവകാശമാണത്, അവകാശമുണ്ട്. പക്ഷേ ഗ്രൗണ്ടിൽ അതുണ്ടോ ഇല്ല എന്നുള്ളതായിരുന്നു. ഇവർ നടത്തിയ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം മുസ്ലിം സമുദായം 135% പിന്നിലാണെന്നാണ് പറയുന്നത് കേരള സർക്കാരിലുള്ള പ്രാതിനിധ്യത്തിൽ. ആ കണക്ക് ശരിയാണെങ്കിൽ അത് ഞെട്ടിക്കുന്ന കണക്കാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എത്രമാത്രം പ്രാതിനിധ്യം കുറവാണെങ്കിൽ അതിനുള്ള പരിഹാരം വേണ്ടേ? അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് സംവരണത്തോത് കൂട്ടലാണ്. മുസ്ലിം സമുദായത്തിന്റെ സംവരണത്തോത് കൂട്ടണം. ആ ലെവൽ എത്തണം വരെ സംവരണത്തോത് കൂട്ടേണ്ടി വരും. പല സമുദായങ്ങളുടെയും പ്രാതിനിധ്യം ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകാം, ജനസംഖ്യാനുപാതികമായിട്ട് കൂടിയിട്ടുണ്ടാകാം. അതറിയണമെങ്കിൽ ജാതി സെൻസസ് വേണം. ഇവിടെ നടത്തൂല. ഇപ്പൊ കർണാടകത്തിലും തെലങ്കാനയിലും ഹിമാചലിലും എല്ലാം ജാതി സെൻസസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എതിർക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. അത് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കള്ളക്കളികളെല്ലാം പുറത്താവും. നമ്മൾ അനർഹമായിട്ട് നമ്മൾ നേടിയെന്നൊക്കെ പറയുന്നത് അവിടെ പുറത്താവും. ഈ സമുദായം എന്തെങ്കിലും അനർഹമായിട്ട് നേടിയിട്ടുണ്ട് എന്നിപ്പോൾ പറയുന്നത് അതെല്ലാം പുറത്താവും. അർഹമായിട്ടുള്ള സംഗതി പോലും നമുക്ക് കിട്ടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ടാണ് നമ്മളുടെ മേലേക്ക് കുതിര കയറാൻ വരുന്നത്. നമ്മൾ അനർഹമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഡാറ്റ വെച്ച് പറയട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയട്ടെ. ഇപ്പൊ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. ഒരു തരത്തിലുള്ളൊരു വിദ്വേഷം, മുസ്ലിം ഹേറ്റ്രഡ് എന്ന് പറയും, ഇസ്ലാമോഫോബിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആ തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു നീക്കമുണ്ട്, ഗൂഢനീക്കമുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, അതായത് ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച്, നമ്മുടെ ഈ ജനതയെ സംബന്ധിച്ച്, നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് തന്നെ വലിയ രീതിയിൽ പരിക്കുകൾ ഉണ്ടാക്കാവുന്ന ഒരു പോക്കാണ് പോകുന്നത്. രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ ചെറിയ നേട്ടങ്ങളെല്ലാം ആ സമയത്തൊക്കെ ഉണ്ടാകാം. പക്ഷെ അത് വ്യാപകമായിട്ടുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നമുക്ക് ഇപ്പൊ തന്നെ ചിന്തിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എന്തെല്ലാമാണ് ഉണ്ടാകാൻ സാധ്യത എന്നുള്ളത്. ഈ സമുദായത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വരുന്ന അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സമീപനമായിരിക്കും അവരങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ. അതനുസരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും അനർഹമായിട്ട് ഇതെല്ലാം നമ്മൾ കെട്ടിപ്പൂട്ടി നമ്മൾ തന്നെ വെച്ചൊക്കെയാണ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ പ്രാതിനിധ്യം, നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റാസും സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രാതിനിധ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രാതിനിധ്യ കുറവ് എന്ന് പറയുന്നത് നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. നമുക്ക് എവിടെ പ്രാതിനിധ്യം ഉള്ളത്? നമ്മൾ പാർലമെന്റിൽ നോക്കിയാൽ പ്രാതിനിധ്യമുണ്ടോ? നിയമസഭകളിൽ നോക്കിയാൽ നമുക്ക് പ്രാതിനിധ്യമുണ്ടോ? മന്ത്രിസഭകളിൽ നോക്കിയാൽ നമുക്ക് പ്രാതിനിധ്യമുണ്ടോ? ജുഡീഷ്യറിയിൽ നോക്കിയാൽ പ്രാതിനിധ്യമുണ്ടോ? എക്സിക്യൂട്ടീവിൽ നോക്കിയാൽ പ്രാതിനിധ്യമുണ്ടോ? ബ്യൂറോക്രസിയിൽ പ്രാതിനിധ്യമുണ്ടോ? അപ്പൊ എല്ലായിടത്തും പ്രാതിനിധ്യക്കുറവാണ് നമുക്ക്. പ്രാതിനിധ്യം കൂടുതലുള്ളത്, ഞാൻ ആകെ നോക്കിയിട്ട് വിചാരണ തടവുകാരായിട്ട് ഒരുപാട് പേര് ജയിലിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് എല്ലാ പ്രാതിനിധ്യം ഉണ്ടെന്ന് പറയാം. പ്രാതിനിധ്യം കുറവ് നമ്മൾ എന്ന് പരിഹരിക്കുന്നു അന്ന് മാത്രമേ നമുക്ക് ആ രീതിയിലേക്കുള്ള ഉയർച്ച നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അവർ പറയും
ഇപ്പം നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ ഉയർന്ന നിലയിലാണ്. ഇപ്പം ഈ പറയുന്ന പോലെ സ്വർണ്ണക്കടകളും അതേപോലെ ഹോട്ടലുകളും അത് പല വ്യവസായങ്ങളും ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സംഗതികളെല്ലാം ഇപ്പോൾ ഇവർ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജുകളുടെയും എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും എണ്ണം നോക്കിക്കഴിഞ്ഞാലും മുസ്ലിം മാനേജ്മെന്റാണ് കൂടുതൽ എന്നെല്ലാം പറഞ്ഞിട്ടാണ് അനർഹമായിട്ട് നമുക്ക് കിട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മളുടെ ശരിയായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രാതിനിധ്യം ഈ പറയുന്ന മേഖലകളിലെല്ലാം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുണ്ടായാൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ള ഒരു ഉയർച്ച നമുക്ക് കിട്ടുകയുള്ളൂ. മതിയാ? ഇനി ഇന്ററാക്ഷൻ വേണോ? ഇന്ററാക്ഷൻ വെച്ചോ? ആ, അതെ. അപ്പൊ ഞാനത് തുടക്കത്തിൽ പറഞ്ഞു വന്നതാണ് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ ഈ ഡാറ്റാസും സ്റ്റാറ്റിസ്റ്റിക്സും വെച്ചിട്ടാണ് നമുക്ക് ഇതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു പോരാട്ടം നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഡോക്ടർ എസ് വൈ ഖുറേഷിയുടെ ഒരു ബുക്കിൻ്റെ ഒരു പ്രകാശനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം ജനപ്പെരുപ്പത്തെക്കുറിച്ചിട്ട്, പ്രത്യേകിച്ച് അത് മുസ്ലിങ്ങളാണ് ജനപ്പെരുപ്പത്തിൻ്റെ കാരണം, ഈ ജനപ്പെരുപ്പം കാരണം ഇന്ത്യയിലെ പോപ്പുലേഷൻ ഏതോ ഒരു 10-15 കൊല്ലം കൊണ്ട് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു മിഥ്യ, ആ മിഥ്യ പുള്ളി തകർക്കുകയാണ് ആ ബുക്കിൽ. അതെങ്ങനെ തകർക്കുന്നത്? എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും വെച്ചിട്ടാണ് അദ്ദേഹം തകർക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മോഹൻ ഭാഗവതിൻ്റെ അടുത്ത് പോയിരുന്നു ഈ ബുക്കായിട്ട്, ബുക്ക് ഒരെണ്ണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഹം 5 ഹമാര 25 എന്നാണ് ഞങ്ങളെക്കുറിച്ച്. ഞങ്ങൾ 5 പേര് എന്ന് വെച്ചാൽ ഞാനും എൻ്റെ 4 ഭാര്യമാരും 25 കുട്ടികളും, അത് 5 കുട്ടികൾ വെച്ചിട്ട് ഓരോ ഭാര്യമാരിൽ, അതാണ് ഹം 5 ഹമാര 25. ഇതാണ് നിങ്ങളുടെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം വെച്ചിട്ടാണ്, അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്നത് പോലെ ജനപ്പെരുപ്പം ഉണ്ടാക്കി മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രമാക്കി മാറ്റും എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ സെൻസസ്, അതായത് സർക്കാർ വെച്ചേക്കുന്ന സെൻസസ് അനുസരിച്ചിട്ട് 1000 പുരുഷന്മാർക്ക് 940 പെണ്ണുങ്ങൾ, സ്ത്രീകൾ അവിടെ ഉള്ളൂ. അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീനെ കിട്ടാനില്ല ഇവിടെ. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഒരു സ്ത്രീക്ക് 4 പുരുഷന്മാർ കെട്ടിയിട്ട് ആ 25 കുട്ടികളെ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നതെന്നും അദ്ദേഹം മോഹൻ ഭാഗവതിന്റെ തുറന്ന് മോഹൻ ഭാഗവത് ചിരിച്ചു പോയെന്നാണ് പറയുന്നത്. ഈ TFR, ഫെർട്ടിലിറ്റി റേറ്റ്, അതെല്ലാം വെച്ചിട്ടാണ് പുള്ളി പറയുന്നത്. ഫെർട്ടിലിറ്റി റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് ഹിന്ദു സ്ത്രീകളായാലും മുസ്ലിം സ്ത്രീകളായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. ചില സ്ഥലത്തൊക്കെ ഹിന്ദു സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് കാരണം അവിടെ കുട്ടികൾ കൂടുതൽ അവർക്കാണ് ഉണ്ടാകുന്നത്. പക്ഷെ ആ നരേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ തകർക്കാൻ നമുക്ക് ഡാറ്റാസും സ്റ്റാറ്റിസ്റ്റിക്സും എന്തായാലും വളരെ വളരെ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. നമുക്കുണ്ടാകുന്ന ഈ പറയുന്ന പോലെയുള്ള ഈ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ, നിയമലംഘനങ്ങൾ, പൗരാവകാശ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഒന്ന്, നമ്മൾ തെരുവിലിറങ്ങി തന്നെ നടക്കണം. ഇപ്പം നമ്മളുടെ അതിനകത്ത് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ കർഷക നിയമം ഉണ്ടാക്കി. കർഷക നിയമം ഉണ്ടാക്കിയപ്പോൾ 1.5 കൊല്ലത്തോളമാണ് ഈ സിഖുകാർ, സർദാർ കർഷകർ ഡൽഹിയിലെ ബോർഡർ ഉപരോധിച്ചത്. 1.5 കൊല്ലമാണ് അവർ ഉപരോധിച്ചത്. 1.5 കൊല്ലം ഉപരോധിച്ചു എന്ന് പറയുമ്പോൾ സർക്കാരിന് അടിയറവ് വെക്കേണ്ടി വന്നു. ഈ 3 കർഷക നിയമങ്ങളും അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. അപ്പൊ നമ്മളിപ്പോ മുസ്ലിം വിരുദ്ധ നിയമം എന്നുള്ള നിയമം ഇല്ല. ഈ നിയമങ്ങളെല്ലാം ഭരണഘടനാ വിരുദ്ധ നിയമങ്ങളാണ്. ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടുത്തെ മതേതരമായിട്ടുള്ള ചിന്തിക്കുന്ന ജനങ്ങൾ, സംഘടനകൾ, അവരെ മുന്നിൽ നിർത്തി നമ്മൾ ഈ പറയുന്നത് പോലെ സമരപരിപാടികൾ, അതൊന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധത കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിയമത്തെ അത് ചോദ്യം ചെയ്യുന്നതാണ്. അത് ചോദ്യം ചെയ്യാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മേവാത്തിലും നൂഹിലും എല്ലാം ചില സമയത്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും.
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ബുൾഡോസർ അവിടെ കയറ്റും. അപ്പോൾ ഞങ്ങൾ മേവാത്തിലും നൂഹിലൊക്കെ പോയി കേസ് കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയണത് നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ വളരെ ഇതാണ്, ഞങ്ങൾക്ക് നന്ദിയുണ്ട്, പക്ഷേ കേസൊന്നും കൊടുക്കണ്ട എന്നുള്ളത്. അതിൻ്റെ കാരണം ഒന്നെന്ന് പറയുന്നത് അവർക്ക് അവരുടെ അവകാശങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർക്ക് അവകാശങ്ങൾ അറിയില്ല എന്നുള്ളതും. രണ്ട്, നിങ്ങൾ കേസ് കൊടുത്ത് നിങ്ങൾ പോകും, പിന്നെയും ഞങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യും എന്നുള്ള രണ്ടാമത്തെ ഒരു പേടി. ഇപ്പം വിദ്യാഭ്യാസപരമായിട്ടുള്ള നമ്മളിപ്പോൾ കേരളത്തിലായത് കാരണം നമ്മൾ അതിനെക്കുറിച്ചിട്ടും നമ്മൾ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. നമ്മൾ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമുക്ക് വേറെ ലെവലിലുള്ള ശാക്തീകരണമാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ശാക്തീകരണം പോലും നടക്കാത്ത ഒരുപാട് മേഖലകളാണ്, പ്രത്യേകിച്ച് മുസ്ലിം മേഖലകളാണ് ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളത്. അപ്പൊ അവരെ പോയി പറഞ്ഞ് നമ്മളുടെ അവകാശങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. തെരഞ്ഞെടുപ്പാണ്, സർക്കാരാണ്, അതേപോലെ തന്നെ ഈ സമരങ്ങളാണ്. അപ്പൊ ഈ മാർഗങ്ങൾ കൂടെ നല്ല രീതിയിലുള്ള ഡേറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അവസാനിക്കുന്ന പോരാട്ടമല്ല ഇത്. ഈ പോരാട്ടം എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഒരു സംഗതി വന്ന് നമുക്കൊരു ചെറിയ രീതിയിലുള്ളൊരു ആശ്വാസം കിട്ടിക്കഴിയുന്നതിന് മുമ്പായിരിക്കും അവർ അടുത്ത സാധനം കൊണ്ടുവരുന്നത്. ഈ വഖഫ് നിയമം തന്നെ കൊണ്ടുവന്നത് ഒരു രാത്രി 2 മണിക്കാണ് അവർ വഖഫ് ബില്ല് നമ്മുടെ രാജ്യസഭയുടെയും ലോക്സഭയുടെയും പോർട്ടലിൽ ഇട്ടത്. പഠിക്കാൻ പോലുള്ള സാവകാശം തരാതെ. അന്ന് എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവുകയില്ല. 2013 ഒരു പുതിയ നിയമം കൊണ്ടുവന്നതാണ്. 10 കൊല്ലമായിട്ടുള്ളൂ. 2013 നിയമം കൊണ്ടുവന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെയും അതേപോലെ തന്നെ ഒരു JPC, അതിന് മുമ്പ് ഒരു JPC ഉണ്ടായി, പിന്നെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി, 3 റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് 2013 നിയമം കൊണ്ടുവന്നത്. കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്ന് 1970 ഇന്ദിരാഗാന്ധി, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എഴുതിയൊരു കത്തുണ്ടായിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും. എല്ലാ സംസ്ഥാന സർക്കാരുകളും സർക്കാർ ഇതര സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും ഒരുപാട് വഖഫ് സ്വത്തുക്കൾ കയ്യേറിയിട്ടുണ്ട്. അപ്പൊ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും പ്രധാനമന്ത്രി എഴുതിയൊരു കത്ത് വരെ സച്ചാർ കമ്മിറ്റി അനക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരുപാട് വഖഫ് സ്വത്തുകൾ കയ്യേറിയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ പറ്റിയ നിയമമല്ല ഇപ്പോൾ ഉള്ളത്. അത് നിയമം കുറച്ചും കൂടി ശക്തിയാക്കണം. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അത് തന്നെ പറഞ്ഞു, സച്ചാർ കമ്മിറ്റി പറഞ്ഞത് ശരിയാണ്, കുറച്ച് ശക്തമാക്കേണ്ടതുണ്ട്. ഹൈ ലെവൽ കമ്മിറ്റി അത് തന്നെ പറഞ്ഞു. ഈ 3 കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് 2013 നിയമം കൊണ്ടുവന്ന് അത് ഐക്യകണ്ഠേന പാസ്സാക്കി. BJP വരെ അതിനെ സപ്പോർട്ട് ചെയ്തു. 2024 ആയപ്പോഴേക്കും എന്താണ് പറയുന്നത്? വഖഫ് ബോർഡ് അനധികൃതമായിട്ട് ഒരുപാട് സ്വത്തുക്കൾ കൈയേറ്റം വെച്ചിട്ടുണ്ട്, സർക്കാരുകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും. അത് തിരിച്ചു പിടിക്കാനുള്ള നിയമമാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. നേരെ തിരിഞ്ഞു അത്. അപ്പൊ 9 വർഷം 10 വർഷം കൊണ്ടാണ് ഇത് തിരിയുന്നത്. ഇപ്പൊ കൊണ്ടുവരാനുള്ള കാരണമായിട്ട് പറയുന്നത് അതാണ്. വഖഫ് ബോർഡിന്റെ അടുത്ത് ഈ പറയുന്ന പോലെ വലിയ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അത് വെച്ചിട്ട് അവര് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സർക്കാരുകളുടെ സ്വത്തുകൾ കയ്യേറിയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം. അപ്പൊ എങ്ങനെയുണ്ട്? ആ തരത്തിലാണ് നിയമങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി കാത്തിരിക്കുകയാണ്, ഏക സിവിൽ കോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏത് തരത്തിലായിരിക്കും ഏക സിവിൽ കോഡ് വരുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ പണി തുടങ്ങുകയാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നുള്ള പണി നമ്മളിപ്പോഴേ തുടങ്ങുകയാണ്. നിയമപരമായിട്ട് നേരിടണം, പാർലമെന്റിൽ നേരിടണം, തെരുവിൽ നേരിടണം. ഇതെല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ പ്ലാനിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഉത്തരാഖണ്ഡിൽ അവരൊരു ഏക സിവിൽ കോഡ് നിയമം കൊണ്ടുവന്നു. അപ്പൊ ആ നിയമത്തിന്റെ മാതൃകയിലായിരിക്കും ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ള അനുമാനത്തിലാണ് നമ്മളെല്ലാം പണിയെടുക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരൊരു നയമാണ്. അതുകൊണ്ട് തന്നെ നാം ഏത് സമയത്തും ഈ പറയുന്ന നിയമങ്ങൾ, പ്രത്യേകിച്ച് ഒരു സമുദായത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് നാം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിട്ട് തന്നെ അതിനുള്ള പ്രതിവിധികൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കോടതിയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ശരണ കേന്ദ്രം എന്ന് പറയുന്നത്. കോടതികൾ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച്
ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇത്രമാത്രം നമ്മൾ കോടതിയെക്കുറിച്ച് പറഞ്ഞിട്ടും മീഡിയ വണ്ണിന്റെ കേസിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു വിധി വന്നില്ലേ? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിധി നമ്മൾ കണ്ടതാണ്. അപ്പൊ കോടതിയെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കോടതിയെ തള്ളിക്കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം അത് മാത്രമാണ് നമ്മളുടെ ശരണം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ നിതാന്ത ജാഗ്രത, നമ്മളുടെ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വിരാമം ഇടുകയാണ്. അസ്സലാമു അലൈക്കും.